ഓം നാരായണായ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീമഹാവിഷ്ണവേ നമഃ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേ ത്വമിത്തമുത്ഥാപിതപത്മയോനിഃ അനന്തഭൂമാമരോഗരാശിം നിരുന്തി വാതാലയവാസവിഷ്ണു. ഇന്ന് നമ്മൾ നരസിംഹ അവതാരമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. 25ാമത്തെ ദശകത്തിൽ 6ാമത്തെ ശ്ലോകമാണ് ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്നത്. 25ാമത്തെ ദശകം നരസിംഹ അവതാരത്തെ പറ്റിയിട്ടുള്ളതാണ്. അതിൻ്റെ 2ാം ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്ന ശ്ലോകം 6ാമത്തെ ശ്ലോകമാണ്. ഭ്രാമ്യന്തം ദിദിജതമം പുനഃ വിപ്രഗൃഹ്യ ദൗർഭ്യം ജവാത് ദ്വാരേ ധോരയുഗേ നിപാത്യ നഗരാൻ വ്യുദ്ഘായ വക്ഷോ ഭുവി നിർബിന്ദന്നതി ഗർഭനർഭരഗലഭക്താംബുബുദ്ധോത്സവം നിർബിന്ദൻ അതിഗർഭനിർഭരഗല രക്താംബുബഗ്ധോത്സവം പായം പായം ഉദൈരയ ബഹുജഗത് സംഹാരി സിംഹാരവാൻ. ഒത്തിരി കട്ടിയുള്ള ശ്ലോകമാണ്. ഭ്രാമ്യന്തം ദിരിജാതമം പുനഃ അഭി പ്രോദ്ഗൃഹ്യ ദൗർഭ്യം ജവാത് ദ്വാരേ അത ഊരി യുഗേ നിപാത്യ നഗരാൻ വ്യുദ്ഘായ വക്ഷോഭുവി നിർബിന്ദൻ അതിഗർഭനിർഭരഗളത് രക്താംബുബദ്ധ ഉത്സവം പായം പായം ഉദൈരയ ബഹുജഗത് സംഹാരി സിംഹാരവാൻ. ഭ്രാമ്യന്തം ദിരിജാതവം പുനരവി പ്രോദ്ഗൃഹ്യ ദൗർഭ്യാം ജവാത് ദ്വാരേ ധോരിയുഗേ നിപാത്യ നഗരാൻ വ്യുദ്ഘായ വക്ഷോഭുവി നിർബിന്ദനദി ഗർഭനിർഭരഗല ഭക്തോത്സവം പായം പായം ഉദൈരയോ ബഹു ജഗ സംഹാരി സിംഹാരവാൻ. ഭ്രാമ്യന്തം ദിരിജ അധമം പുനഃ അഭി പ്രോദ്ഗൃഹ്യ ദൗർഭ്യം ജഗത് ജവാത്. ഭ്രാമ്യന്തം ദിരിജ അധമം പുനഃ അഭി പ്രോദ്ഗൃഹ്യ ജവാത്. ഭ്രാമ്യന്തം ദ്വിജതമം പുനഃ അഭി പ്രോദ്ഗൃഹ്യ ദൗർഭ്യം ജവാത് ദ്വാരേ അത ഊരി യുഗേ നിപാത്യ നഗരാൻ ഉദ്ഗായ വക്ഷോഭുവി. ഭ്രാമ്യന്തം ദ്വിജതമം പുനഃ അഭി പ്രോദ്ഗൃഹ്യ ദൗർഭ്യം ജവാത് ദ്വാരേ അത ഊരി യുഗേ നിപാത്യ നഗരാൻ ഉദ്ഗായ വക്ഷോഭുവി നിർബിന്ദൻ അതിഗർഭനിർഭരഗളത് രക്താംബുബദ്ധ ഉത്സവം പായം പായം ഉദൈരയ ബഹു ജഗത് സംഹാരി സിംഹാരവാൻ. ഭ്രാമ്യന്തം ദിരിജാതവം പുനരവി പ്രോദ്ഗൃഹ്യ ദൗർഭ്യാം ജവാത് ദ്വാരേ ധോരയുഗേ നിപാത്യ നഗരാൻ വ്യുദ്ഘായ വക്ഷോഭുവി നിർബിന്ദൻ അതിഗർഭനിർഭരഗല രക്താംബുബദ്ധോത്സവം പായം പായം ഉദൈരയോ ബഹു ജഗ സംഹാരി സിംഹാരവാൻ. ആ സമയം നിന്തിരുവടി വട്ടത്തിൽ ചുറ്റുന്നവനായ ആ ദുഷ്ടനായ അസുരനെ വീണ്ടും വേഗത്തിൽ 2 കൈകൾ കൊണ്ട് മുറുകെ പിടിച്ച് വാതിൽപ്പടിയിൽ തൻ്റെ തുടകളായി കിടത്തി മാറിടത്തിൽ നഖങ്ങളെ തറച്ച് പടർന്നുകൊണ്ട് അകത്തുനിന്ന് മതിയായി പ്രഹരിച്ചു വരുന്ന രക്തധാരിയെ വർദ്ധിച്ച ഉത്സാഹത്തോടെ ഇടപെടാതെ കുടിച്ചിട്ട് ലോകമെല്ലാം തകർക്കുന്ന സിംഹനാദങ്ങളെ പുറപ്പെടുവിച്ചു. ആ സമയം നിന്തിരുവടി വട്ടത്തിൽ ചുറ്റുന്നവനായ ആ ദുഷ്ടനായ അസുരനെ വീണ്ടും വേഗത്തിൽ 2 കൈകളുകൊണ്ട് മുറുകെ പിടിച്ച് വാതിൽപ്പടിയിൽ തൻ്റെ തുടകളിലുമായി കിടത്തി മാറിടത്തിൽ നഖങ്ങളെ തറച്ച് പുലർന്നുകൊണ്ട് അകത്തു നിന്നും അതിയായ പ്രഹരിച്ചു വരുന്ന രക്തധാരയെ വർദ്ധിച്ച ഉത്സാഹത്തോടെ ഇടപെടാതെ കുടിച്ചിട്ട് ലോകമെല്ലാം തകർക്കുന്ന സിംഹനാദങ്ങളെ പുറപ്പെടുവിച്ചു. 7ാമത്തെ ശ്ലോകം വായിച്ചു. ഇനി അടുത്തത് 6ാമത്തെ ശ്ലോകം കഴിഞ്ഞു 7ാമത്തെ ശ്ലോകം. त्यक्त्वा तं हतमशु रक्तलहरी सिक्त उन्नमत् वष्मणीं प्रत्यत्पत्य समस्तदैत्यपटलीं चाघाध्यमाने त्वयि भ्राम्यत् भूमिविकम्पिताम्बुदिकुलं व्यालोलशैलोत्करं प्रोत्सर्पद्गजरं चराचरम् अहो दुस्ताम् अवस्थां ददौ. त्यक्त्वा तं हतम् अशुरक्तलहरी सिक्त उन्नमत् वष्मणीं प्रत्युत्पत्य समस्तदैत्यपटलीं चाख्याधमाने त्वयि भ्राम्यत् भूमिविकम्पिताम्बुदिकुलं व्यालोलशैलोत्करं प्रोत्सर्पद्गजरं चराचरम् अहो दुस्ताम् अवस्थां ददौ.
त्यक्त्वा तं हतमाशु रक्तलहरी सिक्तोन्नमद्दर्श्मणि प्रत्युत्पत्य समस्तदैत्यपडलीं चाघाध्यमाने त्वयि विकम्पिताम्बुदिकुलं व्यालोलशैलोत्करं प्रोत्सर्पच्चरं चराचरमहो दुस्तामवस्थां ददौ त्यक्त्वा तं हतमाशु रक्तलहरी सिक्तोन्नमद्दर्श्मणि प्रत्युत्पत्य समस्तदैत्यपडलीं चाख्यातमाने त्वयि भ्राम्यद्भूमि विकम्पिताम्बुदिकुलं व्यालोलशैलोत्करं प्रोत्सर्पच्चरं चराचरमहो दुस्तामवस्थां ददौ. तुक्ता तं हतम् अशु रक्तलहरी सिक्त उन्नमद्वर्ष्मणि प्रत्युत्पत्य समस्तदैत्यपटलीं चाघात्यमाने त्वयि भ्राम्यद्भूमि विकम्पित अम्बुदिकुलं भ्राम्यभूमि विकम्पित अम्बुदिकुलं व्यालोलशैल उत्करं प्रोत्सर्पद्गजरं चराचरं अहो दुस्ताम അവസ്ഥാം ദദൗ. രക്തപ്രവാഹം കൊണ്ട് നനയ്ക്കപ്പെട്ട ഏറ്റവും ഉയർന്ന ശരീരത്തോടുകൂടി നിന്തിരുവടി കൊല്ലപ്പെട്ട അവനെ വിട്ട് വേഗത്തിൽ ചാടി വീണ് എല്ലാ അസുരഗണങ്ങളെയും തിന്നു തുടങ്ങിയപ്പോൾ ചരാചരാത്മകമായ പ്രപഞ്ചം മുഴുവൻ വട്ടം ചുറ്റുന്ന ഭൂമിയോടും ഇളകി മറിയുന്ന സമുദ്രങ്ങളോടും കുലുങ്ങിക്കൊണ്ടിരിക്കുന്ന മലകളോടും സ്ഥാനശുദ്ധി സംഭവിച്ച നക്ഷത്രങ്ങളോടും കൂടി ദുഃഖാവസ്ഥയെ പ്രാപിച്ചുപോയി. രക്തപ്രവാഹം കൊണ്ട് നനയ്ക്കപ്പെട്ട ഏറ്റവും ഉയർന്ന ശരീരത്തോടു കൂടി നിന്തിരുവടി കൊല്ലപ്പെട്ട അവനെ വിട്ട് വേഗത്തിൽ ചാടി വീണ് എല്ലാ അസുരഗണങ്ങളെയും തിന്നു തുടങ്ങിയപ്പോൾ ചരാചരാത്മകമായ പ്രപഞ്ചം മുഴുവൻ വട്ടം ചുറ്റുന്ന ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ കൃഷ്ണ പരമാത്മനെ നമഃ. ഇത് 7ാമത്തെ ശ്ലോകത്തിലെ അർത്ഥം ഒന്നുകൂടെ പറയാം. രക്തപ്രവാഹം കൊണ്ട് നനയ്ക്കപ്പെട്ട ഏറ്റവും ഉയർന്ന ശരീരത്തോടു കൂടിയ നിന്തിരുവടി കൊല്ലപ്പെട്ട അവനെ വിട്ട് വേഗത്തിൽ ചാടി വീണ് എല്ലാ അസുരഗണങ്ങളെയും തിന്നു തുടങ്ങിയപ്പോൾ ചരാചരാത്മകമായ പ്രപഞ്ചം മുഴുവൻ വട്ടം ചുറ്റുന്ന ഭൂമിയോടും ഇളകി മറിയുന്ന സമുദ്രങ്ങളോടും കുലുങ്ങിക്കൊണ്ടിരിക്കുന്ന മലകളോടും സ്ഥാനച്യുതി സംഭവിച്ച നക്ഷത്രങ്ങളോടും കൂടി ദുഃഖാവസ്ഥയെ പ്രാപിച്ചുപോയി. 8ാമത്തെ ശ്ലോകം. താവത് മാംസപപാകരാളവപുഷം ഘോരാന്തരമാലാധരം ത്വാമദ്യേ സവം യുദ്ധരോഷം ഉഷിതം ദുർവാരഗുർവാരവം അഭ്യേതും ന ശശാകഃ അപി ഭുവനെ ദൂരെ സ്ഥിതാ ഭീരവഃ സർവേ സർവവിരിഞ്ചവാസവമുഖാഃ പ്രത്യേകം അസ്തോഷത. താവത് മാംസപപാകരോളവപുഷം ഘോര ആന്ത്രമാലാധരം ത്വാമദ്യേ സവം യുദ്ധരോഷം ഉഷിതം ദുർവാരഗുർവാരവം അഭ്യേതും ന ശശാകഃ അപി ഭുവനെ ദൂരെ സ്ഥിതാ ഭീരവഃ സർവേ സർവവിരിഞ്ചവാസവമുഖാഃ പ്രത്യേകം അസ്തോഷത. താവത് മാംസപപാകരാളവപുഷം ഘോര ആന്ത്രമാലാധരം ത്വാം അദ്യേ സവം യുദ്ധം രോഷം ഉഷിതം ദുർവാരഗുർവാരവം അഭ്യേതും ന ശശാകഃ അപി ഭുവനെ ദൂരെ സ്ഥിതാ ഭീരവഃ സർവേ സർവവിരിഞ്ചവാസവമുഖാഃ പ്രത്യേകം അസ്തോഷത. ആ സമയം സഭാമധ്യത്തിൽ ഇരിക്കുന്നവനും മാംസം ബബ മുതലായവാൽ ഭയങ്കരമായ ശരീരത്തോടു കൂടിയവനും കുടൽമാല അണിഞ്ഞ ഘോരരൂപത്തോടെയും അത്യുഗ്രമായ കോപത്തോടു കൂടിയും ഇരിക്കുന്നവനും തടുപ്പാൻ കഴിയാത്തതും ഗംഭീരവുമായ സിംഹനാദം പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്നവനുമായ നിന്തിരുവടിയെ സമീപിക്കുന്നതിന് ലോകത്തിൽ ആരും തന്നെ ശക്തരായില്ല. രുദ്രൻ, ബ്രഹ്മാവ്, ദേവേന്ദ്രൻ തുടങ്ങിയ ദേവന്മാരെല്ലാം ധൈര്യമില്ലാത്തവരായി ദൂരെ നിന്നുകൊണ്ട് വെവ്വേറെ സ്തുതിക്കാൻ തുടങ്ങി. ആ സമയം സഭാമധ്യത്തിലിരിക്കുന്നവനും മാംസം ബബ മുതലായവാൽ ഭയങ്കരമായ ശരീരത്തോടു കൂടിയവനും കുടൽമാല അണിഞ്ഞ ഘോരരൂപത്തോടെയും അത്യുഗ്രമായ കോപത്തോടു കൂടിയും ഇരിക്കുന്നവനും തടുപ്പാൻ കഴിയാത്തതും ഗംഭീരവുമായ സിംഹനാദം പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്നവനുമായ നിന്തിരുവടിയെ സമീപിക്കുന്നതിന് ലോകത്തിൽ ആരും തന്നെ ശക്തനായില്ല. രുദ്രൻ, ബ്രഹ്മാവ്, ദേവേന്ദ്രൻ തുടങ്ങിയ ദേവന്മാരെല്ലാം ധൈര്യമില്ലാത്തവരായി ദൂരെ നിന്നുകൊണ്ട് വെവ്വേറെ സ്തുതിക്കാൻ തുടങ്ങി എന്ന് മാത്രം. 9ാമത്തെ ശ്ലോകം വായിക്കാം. ഭൂയഃ വ്യാക്ഷതരോഷധാംനി ഭവതി ബ്രഹ്മ ആജ്ഞയാ ബാലകേ പ്രഹ്ലാദേ പതയോഃ നമതി അപഭയേ കാരുണ്യഭാരാകുലഃ ശാന്തഃ ത്വം കരം അസ്യ മൂർധ്നി
समदाः स्तोत्र उद्गायतः तस्य अगामदियः अपि तेनितवरं लोकाय च अनुग्रहम् भूयः अपि अक्षतरोषधाम्नि भवति ब्रह्मा आज्ञया बालके प्रह्लादे पदयोः नमति अपवये कारुण्यभाराकुलः शान्तः त्वं करम् अस्य मूर्ध्नि समदाः स्तोत्रैः अध उद्गायतः तस्य अगामदियः अपि तेनितवरं लोकाय च अनुग्रहं भूयो भक्ष्यतरोषधाम्नि भवति ब्रह्माज्ञया बालके प्रह्लादे पदयोर्नमत्यभवये कारुण्यभाराकुलः शान्तस्त्वं करमस्य मूर्ध्नि समदाः स्तोत्रैः रथोद्घायत तस्याकामादियोऽपि तेनितवरं लोकाय च अनुग्रहम् भूयः अपि अक्षत रोषधाम्नि ब्रह्मा आज्ञया बालके प्रह्लादे पदयोः समति अपवये कारुण्यभाराकुलः शान्तः त्वं करम् अस्य मूर्ध्नि समदाः स्तोत्रैः अध उद्गायतः तस्य अगामदीय अपि तेनितवरं ലോകായ ച അനുഗ്രഹം. എന്നിട്ടും നിന്തിരുപിടി ശമിക്കാത്ത കോപത്തോടു കൂടിയവനായിരിക്കവേ ബ്രഹ്മാദേവൻ്റെ നിയോഗത്താൽ ബാലകനായ പ്രഹ്ലാദന് ഭയമൊട്ടും കൂടാതെ കാൽക്കൽ വീണ് നമസ്കരിച്ചപ്പോൾ നിന്തിരുപടി ശാന്തനായി കാരുണ്യം കൊണ്ട് അവർജിതനായിട്ട് പ്രഹ്ലാദൻ്റെ നെറുകയിൽ തൃക്കൈ വെച്ച് അനന്തരം സ്തോത്രങ്ങളെ കൊണ്ട് ഗാനം ചെയ്യുന്നവനായ അവന് യാതൊന്നും ആഗ്രഹിക്കാത്തവനാണെങ്കിലും വരത്തെയും ലോകത്തിന് അനുഗ്രഹത്തെയും നൽകി. എന്നിട്ടും നിന്തിരുവടി ശമിക്കാത്ത കോപത്തോടു കൂടിയവനായിരിക്കവേ ബ്രഹ്മദേവൻ്റെ നിയോഗത്താൽ ബാലകനായ പ്രഹ്ലാദന് ഭയമൊട്ടും കൂടാതെ കാൽക്കൽ വീണ് നമസ്കരിച്ചപ്പോൾ നിന്തിരുവടി ശാന്തനായി കാരുണ്യം കൊണ്ട് ആവർജിതനായിട്ട് പ്രഹ്ലാദൻ്റെ നെറുകയിൽ തൃക്കൈ വെച്ച് അനന്തരം സ്തോത്രങ്ങളെ കൊണ്ട് ഗാനം ചെയ്യുന്നവനായ അവന് യാതൊന്നും ആഗ്രഹിക്കാത്തവനാണെങ്കിലും വരത്തെയും ലോകത്തിന് അനുഗ്രഹത്തെയും നൽകി. 10ാമത്തെ ശ്ലോകം വായിക്കാം. ഏവം നാഡിരരൗദ്രചേഷ്ടിത വിഭോ ശ്രീതാപനീയാഭിധ ശ്രുത്യന്തസ്ഫുടഗീത സർവമഹിമൻ അത്യന്തശുദ്ധാകൃതേ തത്തദൃഗ്നിഖില ഉത്തരം പുനഃ ഹോ കഹ ത്വം പരഃ ലങ്കയേത് പ്രഹ്ലാദപ്രിയഹേ മരുത്പുരപദേ സർവമാര ആമയാത് പാഹി മാം. एवं नाडितरौद्रचेष्टित विभो श्रीतापनीयाभिध श्रुत्यन्तस्फुटगीत सर्वमहिम महिमन् अत्यन्त शुद्धाकृते तत्तादृङ्गिलोत्तरं पुनरहो कस्वां परो लङ्घयेत् प्रह्लादप्रियहे मरुपुरपदे सर्वामयात् पाहि माम्. एवं नाडितरौद्रचेष्टित विभो श्रीतापनीय अभिध श्रुत्यंत स्फुटगीत सर्वमहिमन् अत्यंत शुद्धाकृते तत्तदृक् निखिल उत्तरं पुनः अहोहो कः त्वं परः लङ्घयेत् പ്രഹ്ലാദ പ്രിയഹേ മരുത്പുരപതേ സർവം ആമയാത് പാഹിമാം. ഇപ്രകാരം നടിക്കപ്പെട്ട ഭയങ്കരമായ ചേഷ്ടിതത്തോടുകൂടിയ ഹേ ഭഗവാൻ ശ്രീതാപനിയോപനിഷത്തിൽ സൃഷ്ടമായി പ്രതിപാദിക്കപ്പെട്ട സകല മഹിമയോട് കൂടിയവനും ഏറ്റവും പരിശുദ്ധമായ ആകൃതിയോട് കൂടിയവനും മറ്റൊന്നിനോട് ഉപമയില്ലാത്തവനും സർവോത്കൃഷ്ടനുമായ നിന്തിരുവടിയെ വേറെ ഏതൊരുവിനാണ് ആക്രമിക്കുന്നത്? പ്രഹ്ലാദപ്രിയനായ ഗുരുവായൂരപ്പ എന്നെ എല്ലാ 10ാമത്തെ ശ്ലോകം ഒന്നുകൂടെ അതിൻ്റെ അർത്ഥം ഒന്നുകൂടെ പറയാം. ഇപ്രകാരം നടിക്കപ്പെട്ട ഭയങ്കരമായ ചേഷ്ടിതത്തോടു കൂടിയ ഹേ ഭഗവാൻ ശ്രീതാപനിയോപനിഷത്തിൽ സൃഷ്ടമായ പ്രതിപാദിക്കപ്പെട്ട സകല മഹിമയോട് കൂടിയവനും ഏറ്റവും പരിശുദ്ധമായ ആകൃതിയോട് കൂടിയവനും മറ്റൊന്നിനോടും ഉപമിപ്പാനില്ലാത്തവനും സർവോത്കൃഷ്ടനുമായ നിന്തിരുപിടിയെ വേറെ ഏതൊരുവനാണ് അതിക്രമിക്കുന്നത്? പ്രഹ്ലാദപ്രിയനായ ഹേ ഗുരുവായൂരപ്പ എന്നെ സകല രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. എനിക്ക് വായിച്ച 5 ശ്ലോകങ്ങളും ഒരുമിച്ച് വായിക്കാം. 25ാമത്തെ ദശകം 6ാമത്തെ ശ്ലോകത്തിൽ നിന്നും 10ാമത്തെ ശ്ലോകം വരെ. ബ്രാഹ്മ്യന്തം ദിതിജാതമം പുനഃ അഭിപ്രോദ്ഗൃഹ്യ ദോർഭ്യാം ജവാത് ദ്വാരേ അത ഊരിയുഗേ നിപാത്യ നഗരാൻ യുദ്ധായ മക്ഷോ ഭുവി നിർബിന്ദൻ അതിഗർഭനിർഭരഗളത് രക്താംബുബദ്ധോത്സവം പായം പായം ഉദൈരയ ബഹു ജഗത് സംഹാരി സിംഹാരവാൻ.
त्यक्त्वा तम् अदमाशु रक्तलहरी सिक्तोन्नमत्पश्मणीं प्रत्युत्पत्य समस्तदैत्यपटलीं चाख्याथमाने त्वयि भ्राम्यद्भूमिविकम्पिताम्बुधिकुलं व्यालोलशैलोत्करं प्रोत्सर्पद्गजरं जराजरम् अहोः दुष्टामवस्थां ददौ तावत् मांसवपाः कराळवपुषं घोरम् आन्द्रमालाधरं त्वमाद्यसवं मध्ये सवं युद्धरोषम् उक्षितं दुर्वारगुर्वारवम् अभ्येतुं न शशाक कः विभुवने दूरे स्थिता भीरवः सर्वे सर्वविरिञ्जवासवमुखा अत्येकम् अस्तोषत भूयाभि अक्षत्ररोष्मधाम्नीं भवति ब्रह्मा आज्ञया बालके प्रह्लादे पदयोः नमति अभवये कारुण्यभाराकुलः शान्तः त्वं करम् अस्य मूर्ध्नि समता स्तोत्रैः अथ उद्गायतः तस्य अकामदीयः अपि ते निदवरं लोकाय चानुग्रहम् एवं नाडिदरौद्रचेष्टितविभो श्रीतापनीय अभिद श्रुत्यन्तस्फुटगीत सर्वमहिमन् अत्यन्तशुद्धाकृते तत्तादृग्निगिर उत्तरं पुनः अहो खात्वं परं लङ्घयेद् प्रह्लादप्रिय हे मरुत्पुरपदे सर्व आमयात् पाहि माम् ओं नमो भगवते वासुदेवाय ओं ശ്രീകൃഷ്ണപരമാത്മനേ നമഃ 25ാമത്തെ ദശകം മുഴുവൻ വായിക്കാം. സ്തംഭേ ഘട്ടയദഃ ഹിരണ്യകശപോ കർണോ സമാചൂർണയൻ അഘൂർണജ്ജഗത അണ്ഡകുണ്ഡകുഹരഃ ഘോരതവ അഭൂദ്രവഃ ഹൃത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കഥാഭ്യാശ്രുതം കമ്പഃ കഞ്ചന സംഭപാലചലിതഃ അഭി അംബോജഭൂവിഷ്ടരാത് ദൈത്യോദിഷു വിശിഷ്ടചക്ഷുഷി മഹാസംരംഭിണി സ്തംഭതഃ സംഭൂതം ന മൃഗാത്മകം ന മനുജ ആകാരം वपुः ते विभो किं किं भीषणं यदत् अद्भुतम् इति उद्भ्रान्तचित्ते सुरे विस्फुर्जत् धवल उग्ररोमविकसत् पश्मासमां पुजृम्बधाः सप्तः स्वर्णसुवर्णघूर्णत् अधिरुक्ष अक्षं सडा केसरः प्रोत्कम्पप्रणिकुम्पित अम्बरम् अहो जीया तव इदं बभुः व्याताप्तः महादरिसुखमुखं गड्गोग्रवल्गद्महा जिह्वानर्गमदृश्यमानसुमः दृष्ट्वा युगम् इट्ठामरम् उत्सर्पत् बलिभङ्गभीषणहन्यहस्य सवियस्तरः ग्रीवं पीवरदोः सद उद्गतः नगक्रूर अंशु धौर उद्भनं व्योमोल्लङ्घी घनाघन उपमगन प्रध्वाननिर्दापित स्पर्धालुप्रकरं नामामि भवत तत् नारसिंहं वपुः नूनं विष्णुः अयं निहन्मि अम्यम् इति भ्राम्यद्गदाभीषणं दैत्यन्तं समुभ्राद्रबन्तम् अद्यता दोर्भ्यां पृथिव्याममुं वीरं निर्गलित अधगड्गफलकौ गृह्णन् विचित्रश्रमान् व्यापृणन् पुनः अपपादभुवन ग्रासम् उद्यतत्वामहो भ्राम्यन्तं दिदिजतमं पुनः विप्रोद्गृह्य दोर्भ्यं जवादे द्वारे अदौरुयुगे निपत्य नगरान् उद्गाय वशो भुवि निर्बिन्दन् अधिगर्भनिर्भरगलत् रक्ताम्बुबद्धोत्सवं पायं पावमुदैरव बहु जगत्संहारि संहारवान् त्यक्त्वा तं हतम् अशुरक्तलहरी सिक्तोन्नमद्भस्मणि प्रत्युत्पत्य समस्तदैत्यपटलीं चाख्याथ्यमाने त्वयि भ्राम्यद्भूमिविकम्पिताम्बुधिकुलं व्यालोलशैलोत्करं प्रोत्सर्पद्गजरं चराचरम् अहो दुष्टामवस्थां ददौ तावत् मांसवपा कराळवपुषं घोरान्द्रमालाधरं त्वामध्ये सवं युद्धरोषम् उषितं दुर्वारगुर्वारवम् अभ्येतुं न शशाक कः अभिभुवने दूरे स्थिता भीरवः सर्वे सर्वविरिञ्जवासवमुखाः प्रत्येकमस्तोषत भूयाभि अक्षतरोषधार्म्णी भवति ब्रह्माज्ञया बालके प्रह्लादे पदयोः नमति अभवये कारुण्यभाराकुलः शान्तः तं करम् अस्य मूर्ध्नि समदाः स्तोत्रैः अथ उद्गायतः तस्य कामदीयः अपि ते नितवरं लोकाय चानुग्रहम्
एवं नाडितरौद्रचेष्टितविभो श्रीतापनीय अभिधश्रुत्यन्तस्फुटगीत सर्वमहिमन् अत्यन्तशुद्धाकृते तत्तादृग्निगल उत्तरं पुनः हो कः त्वं पारं लङ्घयेत् परः लङ्घयेत् तत्तादृग्निगल उत्तरं पुनः हो कः त्वं त्वां परः लङ्घयेत् प्रह्लादप्रिय हे मरुत्पुरपदे सर्वामयात् पाहि माम् एवं नाडितरौद्रचेष्टितविभो श्रीतापनीय अभिधश्रुत्यन्तस्फुटगीत सर्वमहिमन् अत्यन्तशुद्धाकृते तत्तादृग्निगल उत्तरं पुनः हो कः त्वां परः लङ्घयेत् प्रह्लादप्रिय हे मरुत्पुरपदे सर्वामयात् पाहि माम्। ओम नमो भगवते वासुदेवाय। ओम श्रीकृष्णपरमात्मने नमः।